ഫിസിക്സ് നോട്ട്ബുക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അടുത്തതായി പഠിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നതാണ് ടോട്ടൽ എനർജി. അത് ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കൺസർവ് ആണെന്ന് തെളിയിക്കണം, അതായത് കോൺസ്റ്റൻ്റ് ആണെന്ന് തെളിയിക്കണം. അതായത് മേളിൽ നിന്ന് താഴോട്ടിടുന്നു. നമ്മൾ അതിന് 3 പോയിന്റ് എടുക്കുകയാണ്. അതായത് മേളിൽ നിന്ന് താഴോട്ടിടുന്ന പൊസിഷൻ, അത് പോയിന്റ് എ. അത് മുതൽ ഗ്രൗണ്ട് ലെവൽ വരെയുള്ള ദൂരം എച്ച് ആണ്, ഹൈറ്റ് എച്ച്. ബി എന്ന് പറയുന്നൊരു പോയിന്റ് എടുക്കുന്നു. പിന്നീട് സി എന്ന് പറയുന്ന പോയിന്റ്. എ തൊട്ട് ബി വരെയുള്ള ദൂരം എക്സ് ആണ് ദൂരം. നോക്കിക്കോ, നമുക്ക് ബി മുതൽ സി വരെയുള്ള ദൂരം കണ്ടെത്തണം. അന്നേരം ഹൈറ്റ് 10 ആണെന്നിരിക്കട്ടെ. ഹൈറ്റ് 10, എക്സ് എന്ന് പറയുന്നത് 4. അങ്ങനെ ആണെങ്കിൽ ബി മുതൽ സി വരെയുള്ള ദൂരം എങ്ങനെ കണ്ടെത്തും? അതെങ്ങനെയാണ് കാണുന്നത്? 10 - 4 എത്ര വന്ന്? 6 വന്ന്. ഈ 10ൽ നിന്ന് ഈ ദൂരം കുറച്ച്, അതായത് എക്സ് ദൂരം കുറച്ചപ്പോൾ എത്ര കിട്ടി? 6 കിട്ടി. അന്നേരം 10 എന്ന് വെച്ചാൽ ആരാ? എച്ച് മൈനസ് 4 എന്ന് പറയുന്നത് ആരാ? എക്സ്. അതാണ് ബി മുതൽ സി വരെയുള്ള ദൂരം, എച്ച് മൈനസ് എക്സ്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഇവിടെ ഇരിക്കുമ്പം എ എന്ന് പറയുന്ന പൊസിഷനിൽ കൈനറ്റിക് എനർജി 0യും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. താഴോട്ട് വരും തോറും കൈനറ്റിക് എനർജി, അതായത് ഹാഫ് mv², വെലോസിറ്റി കൂടുന്നതുകൊണ്ട് ഹാഫ് mv² കൂടി വരും. പൊട്ടൻഷ്യൽ എനർജി കുറയുന്നു. ഹൈറ്റ് mgh ആണ്. ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പം പൊട്ടൻഷ്യൽ എനർജി കുറയും. അന്നേരം എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റ്, സി എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ എനർജി കാണാനാണ് നമ്മൾ പോകുന്നത്. അന്നേരം ഫസ്റ്റ് കേസ് എടുക്കാം. ടോട്ടൽ എനർജി അറ്റ് പൊസിഷൻ എ. ടോട്ടൽ എനർജി അറ്റ് പൊസിഷൻ എ. അന്നേരം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? അത് എയിലാണ്. നമുക്കറിയാം ഇക്വേഷൻ mgh ആണ്. ഇവിടെ hn ആണ്. അതുകൊണ്ട് mgh ആണ് പൊട്ടൻഷ്യൽ എനർജി എയിൽ. കൈനറ്റിക് എനർജി നോക്കിക്കോ. എ എന്ന് പറയുന്ന പൊസിഷൻ എന്ന് പറയുമ്പം ബോഡി താഴോട്ട് ഡ്രോപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. അന്നേരം വെലോസിറ്റി 0 ആണ്. ബി 0 ആകുമ്പം ആ ടൈം മൊത്തത്തിൽ എന്തുവായി? 0 ആയി. കൈനറ്റിക് എനർജി 0. അന്നേരം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി സമം 0 + mgh എന്താണ്? mgh. പിടികിട്ടിയല്ലോ. 0 + mgh എന്ന് എഴുതാം. എന്നിട്ട് mgh. അടുത്തത് ടോട്ടൽ എനർജി അറ്റ് പൊസിഷൻ ബി. അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കാണുക. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന പോയിന്റാണ്. അന്നേരം ബി തൊട്ട് സി വരെയുള്ള ഹൈറ്റ് എത്ര? ദൂരം ഹൈറ്റ് h മൈനസ് എക്സ് ആണ്. അന്നേരം പൊട്ടൻഷ്യൽ എനർജി കാണുമ്പം mg ഇൻറ്റു ഹൈറ്റ് h മൈനസ് എക്സ്. ഈ ദൂരമാണ് എടുക്കേണ്ടത്. അതാ തെറ്റരുത്, h മൈനസ് എക്സ് ആണ് എടുക്കേണ്ടത്. എക്സ്പാൻഡ് ചെയ്യാം. mg ഇൻറ്റു h, mgh മൈനസ് m ഇൻറ്റു g എക്സ്. അടുത്ത കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഹാഫ് mv² ആണ്. പക്ഷെ നമുക്ക് വെലോസിറ്റി കണ്ടെത്തണം. അന്നേരം വെലോസിറ്റി കാണുമ്പം ഏത് ഇക്വേഷനാണ് ഇടേണ്ടത്? വെലോസിറ്റി കാണേണ്ടത് എന്ന് ബിയിലോട്ട് വരുമ്പം വെലോസിറ്റി കൂടി വരിക. പക്ഷേ നമുക്ക് ഇവിടുത്തെ ബി, അതായത് പോയിന്റ് ബിയിലെ വെലോസിറ്റി എത്രയാണെന്ന് കാണണം. അത് ഇതിനകത്തില്ല ഡേറ്റ. അന്നേരം v² - u² = 2as. ഇവിടെ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി.
എയിൽ ഇനിഷ്യൽ വെലോസിറ്റി ഫ്രീലി ഫോളിങ് ബോഡി നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അന്നേരം ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അന്നേരം v² മൈനസ് 0 u² 0 ആണ്. 2 ഇൻറ്റു g, എയ്ക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 2 ഇൻറ്റു g എടുക്കാം. പിന്നെ ഈ വരുന്ന ദൂരം അന്നേരം എത്രയായി? എക്സ്. അന്നേരം v² ഈസിക്കൽ ടു 2 ഇൻറ്റു ജി എക്സ്. അന്നേരം നമുക്ക് ഇനി v ഒന്നും കാണണ്ട. കാര്യം എന്ന് വെച്ചാൽ v² അല്ലയോ ഇടേണ്ടത്. അന്നേരം 2gx, തെറ്റരുത്, 2gx ഇത് സൈഡ് കിടക്കട്ടെ. അന്നേരം കൈനറ്റിക് എനർജി ഈസിക്കൽ ടു ഹാഫ് m ഇൻറ്റു v² സ്ഥാനത്ത് 2gx. അടുത്ത സ്റ്റെപ്പ് 2ഉം ക്യാൻസലായി mgx. അന്നേരം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? mgh മൈനസ് mgx. കൈനറ്റിക് എനർജി പ്ലസ് mgx മൈനസ് mgx പ്ലസ് mgx വെട്ടിപ്പോവും. mgh ടോട്ടൽ എനർജി. ഇനി അടുത്തത് ഇതുപോലെ തന്നെ സിയിലെ കണ്ടെത്തുക. ടോട്ടൽ എനർജി അറ്റ് പൊസിഷൻ സി. അടുത്ത ഇത് നോക്കുക. എയിന്ന് ബോഡി ഇങ്ങനെ വീഴുക. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കാണുക. സി എത്തിക്കഴിഞ്ഞാൽ ഹൈറ്റ് 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അങ്ങനെ എന്തായാലും ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ വീണ് താഴെ തട്ടുന്നതിന് തൊട്ട് മുന്നേ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. ഇതിനകത്ത് സഞ്ചരിക്കുന്ന ഏറ്റവും മാക്സിമം വെലോസിറ്റി ഗ്രൗണ്ടിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള നിമിഷമാണ്. അന്നേരം കൈനറ്റിക് എനർജി ഈസിക്കൽ ടു ഹാഫ് mv². അന്നേരം ഇതേപോലെ ഇക്വേഷൻ ഇടുക. അന്നേരം ഇവിടെ വെലോസിറ്റി ഉണ്ട്. ഈ ഇക്വേഷനാണ് ഇടേണ്ടത്. ഇവിടെ വെലോസിറ്റി ഉണ്ട്. താഴെ വരുമ്പോൾ വെലോസിറ്റി മാക്സിമം v² ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുമ്പം ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. അടുത്തത് 2 ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അന്നേരം 2g. പിന്നീട് ഇവിടെ വരുമ്പം ഉള്ള എസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അന്നേരം ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരമാണ് എടുക്കേണ്ടത്. ഇവിടുന്ന് എ മുതൽ സി വരെയുള്ള ദൂരം എത്രയാണ്? h ആണ്. അന്നേരം 2gh. അന്നേരം v² ഈസിക്കൽ ടു 2gh. ഇത് ഇവിടെ പുട്ട് ചെയ്യുക. അന്നേരം ഹാഫ് m ഇൻറ്റു 2gh. 2ഉം ക്യാൻസലായി mgh. അന്നേരം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 പ്ലസ് കൈനറ്റിക് എനർജി mgh സമം mgh. ഇവിടെ 3 കേസിലും ടോട്ടൽ എനർജി എന്താണ്? mgh തന്നെയാണ്. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എവിടെയാണ്? എയിലാണ്. മിനിമം അതായത് 0 സി ആണ്. കൈനറ്റിക് എനർജി മാക്സിമം സിയിലാണ്. വെലോസിറ്റി മേളിൽ നിന്ന് വരുമ്പോൾ കൂടി വരുന്നത്. പിന്നീട് മിനിമം അതായത് 0 ആവുന്നത് എവിടെയാണ്? എയിലാണ്. ഇതാണ് കൺസർവേഷൻ ഓഫ് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ. ഇത് നമ്മൾ ആദ്യം പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പൊസിഷൻ, എ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? മാക്സിമം ആണ്. ഇത് mgh. ഈ ഹൈറ്റ് എടുക്കുക. എന്നിട്ട് ഇത് കിട്ടി. കൈനറ്റിക് എനർജി ഹാഫ് mv². ഇവിടെ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് ആ ടേം തന്നെ 0 ആയി. കൈനറ്റിക് എനർജി 0. പിന്നെ ടോട്ടൽ എനർജി 0 പ്ലസ് mgh കിട്ടി. അടുത്ത ടോട്ടൽ എനർജി ആയിട്ട് പൊസിഷൻ ബി ആണ്. ഇവിടുന്ന് താഴോട്ട് ഇവിടെ വന്നിരുന്നു. അന്നേരം h-x ആണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കാണാൻ ഹൈറ്റ് എടുക്കേണ്ടത്. അന്നേരം mgh-x എക്സ്പാൻഡ് ചെയ്തു. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പം ഹാഫ് mv² ബി. ഇവിടുന്ന് ഇവിടം വരെയുള്ള സഞ്ചരിച്ച് ഇവിടം വരെ എത്തി. അന്നേരമുള്ള വെലോസിറ്റി കണ്ടെത്തണം. ഇക്വേഷൻ v² മൈനസ് u² ഈസിക്കൽ 2as ഇടുക. അന്നേരം നമുക്ക് എന്ത് കിട്ടും?
കൈനറ്റിക് എനർജി mgx കിട്ടും. അതുപോലെ ടോട്ടൽ എനർജി അറ്റ് പൊസിഷൻ സി കാണുമ്പം പൊട്ടൻഷ്യൽ എനർജി ഇവിടെ 0 ആണ്. കാര്യം എന്ന് വെച്ചാൽ ഹൈറ്റ് ഇല്ല. വെലോസിറ്റി ഇതുപോലെ കണ്ടെത്തുക, ഇക്വേഷന് കണ്ടെത്തുക, 2gh കിട്ടും. അത് പുട്ട് ചെയ്യുമ്പം mgh കിട്ടും. ടോട്ടൽ എനർജി 0 + mgh കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലപോലെ പഠിക്കുക.